ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായി കാണും ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് വാട്സപ്പ് ചാറ്റ് ഡിലീറ്റ് ആകാതെയും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകാതെയും നമുക്ക് ഫോൺ എങ്ങനെ റീസ്റ്റോർ ചെയ്യാനാകും, അതെങ്ങനെയാണ് എന്നാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനാദ്യം നമ്മൾ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തതിന് ശേഷം നമ്മൾ പലരുടെയും വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ താഴെ വരെ മെസ്സേജസ് കാണും, പഴയ ഹിസ്റ്ററി ആയിട്ട് കിടക്കുന്നത്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഒരു കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അങ്ങനെ സെലക്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ കൊടുത്തു കഴിയുമ്പോൾ താഴെ വരെയുള്ള ഓരോരോ മെസ്സേജസ് നമുക്ക് ക്ലിക്കായിട്ടുണ്ട്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഗ്രൂപ്പായിട്ടുള്ള ഓരോരോ ഗ്രൂപ്പുകൾ അതിൻ്റെ അകത്ത് കണ്ടുപിടിച്ച് ഗ്രൂപ്പിൽ നിന്ന് ഉള്ള മാർക്കിങ് നിങ്ങൾ ഒഴിവാക്കി വിടുക. നമ്മളിൽ പലർക്കും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പിൽ തന്നെ. അപ്പോൾ ആ ഗ്രൂപ്പുകളെല്ലാം ഒഴിവാക്കി വിടുക. പിന്നെ അത്യാവശ്യം വേണ്ട 1-2 ആൾക്കാരുടെ മെസ്സേജസും വേണ്ടത് മാത്രം ഒഴിവാക്കി വിടുക. വേണ്ടത് മാത്രം അവിടെ വെച്ച് ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കി വിടുക. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഗ്രൂപ്പിൻ്റെയും മെസ്സേജസ് ഞാൻ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. ആ ഒരു ഡിലീറ്റ് ഓപ്ഷൻ വന്നിട്ടില്ല. ആ ഡിലീറ്റ് ഓപ്ഷൻ വരാത്തതിൻ്റെ കാരണം ഞാൻ ഒരു ഗ്രൂപ്പും കൂടെ സെലക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നോക്കുവാണ് ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ മാർക്കിംഗ് എല്ലാം ചെയ്തിട്ടു. ആവശ്യമില്ലാത്ത മെസ്സേജസ് എല്ലാമാണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ആവശ്യമുള്ള മെസ്സേജസ് മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഈ ഡിലീറ്റ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും ഡിലീറ്റ് ചെയ്യട്ടെ എന്നുള്ളത്, പെർമിഷൻ കാര്യങ്ങളൊന്നും. ആ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെസ്സേജസ് എല്ലാം കംപ്ലീറ്റ്ലി ഗ്രൂപ്പുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മെസ്സേജസും ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോരോ ഗ്രൂപ്പുകൾ എടുത്തിട്ട് അതിൻ്റെ ചാറ്റ് ക്ലിയർ ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഡിമാനെക്സ് എന്നൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ചാറ്റ് ഞാൻ ക്ലിയർ ചെയ്തു. അതിനുശേഷം അടുത്ത ഒരു 10ാം ക്ലാസ്സും കൂട്ടുകാരെന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്ത് ക്ലിയർ ചാറ്റ് കൊടുത്ത് ക്ലിയർ ചെയ്യുക. അങ്ങനെ ഓരോ ഗ്രൂപ്പിൻ്റെ അകത്തു നിന്നുള്ള ഓരോ ഡേറ്റകളും നമ്മളങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പുകൾ എടുത്തിട്ട് മോർ കൊടുത്ത് ക്ലിയർ ചാറ്റ് കൊടുക്കുക. ചില മെസ്സേജസ് ഒന്നും ഡിലീറ്റ് ആയിട്ടില്ല. അത് ഞാൻ സ്റ്റാർ ഇട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ആവശ്യമില്ലാത്ത മെസ്സേജസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ഇത് ആവശ്യമുള്ള മെസ്സേജാണ്. അപ്പോൾ ആവശ്യമുള്ള മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പോകത്തില്ല, അതങ്ങനെ തന്നെ കിടന്നോളും. അപ്പോൾ നമ്മളെല്ലാ ഗ്രൂപ്പിൻ്റെ അകത്തുനിന്നും ഉള്ളത് എല്ലാ ചാറ്റ്സും ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ചാറ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബാക്കപ്പ് ഓപ്ഷൻ കാണാം. അതിൽ ബാക്കപ്പ് ഓവർ വൈഫൈ ഒള്ളി എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് വൈഫൈ ഓർ സെല്ലുലാർ എന്ന് പറയുന്നൊരു ഓപ്ഷനിലോട്ട് നമ്മൾ മാറ്റുക. അതിനുശേഷം നമ്മൾ ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാറ്റ് ബാക്കപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചാറ്റ് ബാക്കപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോൺ റീസ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഗ്രൂപ്പുകളിൽ നിന്ന് ലെഫ്റ്റായി പോകത്തുമില്ല. നിങ്ങൾ ചാറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഇതുപോലുള്ള ചാറ്റിംഗ് ഹിസ്റ്ററി ഇതിനകത്ത് കിടക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണാം ഈ റൈറ്റ് സൈഡിലായിട്ട് 3 പിന്ന് ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ പുതിയ മെസ്സേജസ് വന്നു കഴിയുമ്പം ഇവരയക്കുന്ന മെസ്സേജസ് ബാക്കിലോട്ടായിട്ട് ഇങ്ങനെ താഴോട്ട് പോകും. അങ്ങനെ വരുന്നത് ഒഴിവാക്കാനായിട്ട് പിന്ന് ചെയ്ത് വെക്കുന്നൊരു ഫംഗ്ഷനാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാക്സിമം 3 പേരെ നമുക്ക് ഇതുപോലെ പിന്ന് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്ന് ചെയ്ത് വെക്കേണ്ട ആൾക്കാരെ നമ്മളിതുപോലെ സെലക്ട് ചെയ്ത് ഇപ്പോൾ 3 പേരെ ഞാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവരെ പിന്നെ ഞാൻ ആദ്യം ഒഴിവാക്കി വിടുകയാണ്. എന്നിട്ട് പിന്ന് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ്
പിന്നെ ഇത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പിൻ ചെയ്യാൻ പോകുന്നത്. മുകളിൽ കാണാൻ നമുക്കൊരു പിൻ ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മൂന്നും പിൻ ചെയ്തിരിക്കുന്നതാണ്. ഈ മൂന്ന് ഗ്രൂപ്പുകളും ഒരിക്കലും ആദ്യം കാണുന്ന ഈ ഒരു 3 സ്ഥാനത്ത് നിന്ന് മാറാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ മെസ്സേജസ് വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണേണ്ടത് ഈ ഒരു 3 ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ 3 ഗ്രൂപ്പിൻ്റെ പിൻ ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമേ ഉള്ളൂ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് താഴോട്ട് വരത്തുള്ളൂ. ഈ 3 ഗ്രൂപ്പിലും വരുന്ന മെസ്സേജസ് അവിടെ തന്നെ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും, താഴോട്ട് പോകത്തില്ല. മറ്റൊരു കാര്യം, ഈ പുതിയതായിട്ടൊരു അപ്ഡേഷനിൻ്റെ അകത്ത് വാട്സപ്പിൽ വന്നിട്ടുള്ളതെന്നു വെച്ചാൽ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൽ എടുത്ത് അതിൽ ചാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ തീം എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. തീമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്കും ലൈറ്റും ആയിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ ലൈറ്റാണ് കിടക്കുന്നത്, ഞാൻ ഡാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പും ഡാർക്കായിരിക്കും. ഈ ഡാർക്ക് വാട്സപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നൈറ്റിൽ ഒത്തിരി ലൈറ്റ് ഷെയ്ഡ്സ് വരുന്നതും ഫോണിൻ്റെ ബാറ്ററി ഇഷ്യൂസും എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ബ്ലാക്കാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ അപ്ഡേഷനകത്ത് ഇത് വന്നിട്ടുള്ളതാണ്. ഇത് അറിയത്തില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്യുക.